ഇതൊരു ഗുണപാഠ കഥയാണ്. കേട്ടിട്ടില്ലേ വിതയ്ക്കുന്നതേ കൊയ്യൂ എന്നുള്ളത്? പഴമക്കാർ പറയാറുണ്ടല്ലോ, അടർന്നു വീഴുന്ന പഴുത്ത ഇലകളെ നോക്കി പച്ച ഇലകൾ കളിയാക്കി ചിരിക്കാറുണ്ട്, തൻ്റെ വിധിയും ഇതാണെന്നറിയാതെ. ഇതിനെ ആസ്പദമാക്കി ഒരു കഥയാണ് ഇന്ന് പറയുന്നത്. ഈ കഥയൊന്ന് കേൾക്കാം. പ്രായമായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും അവരുടെ കുട്ടിയും അടങ്ങുന്ന കുടുംബം. പ്രായം ആ മനുഷ്യൻ്റെ ശരീരത്തെ വല്ലാതെ ബാധിച്ചിരുന്നു. കാഴ്ചകൾ മങ്ങിയ കണ്ണുകൾ, കൈയും കാലുമൊക്കെ അവനവൻ്റെ അത്യാവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട്. ഊൺമേശയിൽ എന്നും ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മറിഞ്ഞു വീഴും. കറിയായാലും കാപ്പിയായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ദിവസവും ഇത് ആവർത്തിച്ചപ്പോൾ മകനും മരുമകൾക്കും അത് ഇഷ്ടപ്പെടാതെ വന്നു. കാരണം അവരുടെ ഭംഗിയുള്ള മേശ ഇത്തരത്തിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ വീണ് കേടുവരും എന്ന ഒരു തോന്നൽ. ഒടുവിൽ ആ മകനും മരുമകളും ഇതിനൊരു പോംവഴി കണ്ടെത്തി. ഊണുമുറിയുടെ ഒരറ്റത്ത് ഒരു ചെറിയ മേശയിട്ടു. അന്നു മുതൽ ആ പിതാവിന് ആ മേശയിൽ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുത്തി. മകനും മരുമകളും കുഞ്ഞുമെല്ലാം കൂട്ടത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ വൃദ്ധനെ ഒറ്റയ്ക്കിരുത്തി ഭക്ഷണം കൊടുത്തു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 1-2 പാത്രങ്ങൾ പൊട്ടിയതിൻ്റെ പേരിൽ മരപ്പാത്രത്തിൽ ആ പിതാവിന് ഭക്ഷണം കൊടുക്കാനും മക്കൾ മറന്നില്ല. വീട് വൃത്തികേടാക്കുന്നതിൻ്റെ പേരിൽ മക്കളുടെ ശകാരം കേൾക്കുമ്പോൾ ആ വൃദ്ധ പിതാവിൻ്റെ കണ്ണുകൾ നിറയും. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മകൻ്റെ കുട്ടി. 6 വയസ്സുള്ള ആ കുട്ടിക്ക് അച്ഛനും അമ്മയുമാണോ ശരി, അതോ മുത്തശ്ശനാണോ എന്ന് വ്യക്തതയില്ലായിരുന്നു. ഒരു ദിവസം രാത്രി ആ കുട്ടി ഭക്ഷണത്തിന് മുൻപ് കുറച്ച് മരക്കഷ്ണങ്ങൾ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട് സ്നേഹവാത്സല്യത്തോടെ കുട്ടിയുടെ അച്ഛൻ, മോൻ എന്താ ചെയ്യുന്നത്? ഉടനെ കുട്ടി സന്തോഷത്തോടെ, ഞാൻ മരപ്പാത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. ഞാൻ വലുതാകുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം ഈ മരപ്പാത്രങ്ങളിൽ ഞാൻ തരും. മറ്റൊന്നും ശ്രദ്ധിക്കാതെ കുട്ടി തൻ്റെ ജോലി തുടർന്നു. നിഷ്കളങ്കമായ ആ കുഞ്ഞിൻ്റെ മറുപടിയിൽ അച്ഛനമ്മമാരിൽ കുറ്റബോധം ഉടലെടുത്തു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അന്ന് രാത്രി ആ അച്ഛനമ്മമാർ വെറുപ്പോടെ മാറ്റി നിർത്തപ്പെട്ട ആ വൃദ്ധ പിതാവിനെ കൈപിടിച്ച് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരുത്തി. പിന്നീട് അങ്ങോട്ട് അവർ ആ വൃദ്ധ പിതാവിനെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി. ഈ കഥ കൊണ്ട് സൂചിപ്പിക്കുന്നത്, നമുക്കിടയിൽ നടന്നു വളരുന്ന കുട്ടികൾ നമ്മുടെ ശീലങ്ങളാണ് പഠിച്ചു വളരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മനുഷ്യരായി അവർക്ക് മുന്നിൽ മാതൃകയാകേണ്ടത് നമ്മൾ തന്നെയാണ്.